ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബട്ടർ ഗാർലിക് മഷ്റൂമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ അടിപൊളിയായിട്ടുള്ള സൈഡ് ഡിഷാണ് കേട്ടോ ബട്ടർ ഗാർലിക് മഷ്റൂം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വേഗം ഒന്ന് നോക്കാം. ബട്ടർ ഗാർലിക് മഷ്റൂം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ബട്ടറിൽ കുക്ക് ചെയ്യുന്നൊരു സംഭവമാണുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 25 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മെൽറ്റാവുന്ന സമയത്ത് തന്നെ ഞാൻ 2 ഉള്ളി, അതായത് എൻ്റെ ഉള്ളിയുടെ സൈസ് ചെറുതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഉള്ളിയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഉള്ളിനെ ബട്ടറിൽ വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയത്തേക്ക് ഞാനൊരു 7 വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് അത് വഴന്ന് വരുന്ന സമയത്ത് 200 ഗ്രാം മഷ്റൂം ആയിരുന്നു. അപ്പോൾ മഷ്റൂമിൻ്റെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ, അതായത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കും, അതുപോലെ തന്നെ മേലെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൊന്ന് കയറിപ്പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈസി ആയിട്ട് മഷ്റൂം ക്ലീൻ ആക്കുക എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് നമ്മൾ മഷ്റൂം ഇട്ട് കൊടുത്തിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെന്ന് വെച്ചാൽ തുളസിയാണ്, സാധാരണ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കാണുന്ന തുളസി ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതിനെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതും പിന്നെ മല്ലിയിലയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ തുളസി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തുളസിയും മഷ്റൂമും ഭയങ്കര ഒരു കോമ്പിനേഷനാണ്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള, ഞാനിവിടെ ഇപ്പം 1 ടേബിൾ സ്പൂണാണ് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ടീസ്പൂണിൻ്റെ കണക്കിന് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയായി. ഇനി ജസ്റ്റ് ഒരു ഗാർണിഷിനും ഒരു ഫൈനൽ ടച്ചിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഷ്റൂമിന് വേവ് കുറവാണ്. മൊത്തത്തിൽ ഒരു 15 to 20 മിനിറ്റ്സിൽ നമ്മൾക്ക് ഈ അടിപൊളിയായിട്ടുള്ള സൈഡ് ഡിഷ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നിഷാന സൈനിങ് ഓഫ്. ബൈ, അസ്സലാമു അലൈക്കും.